Hi all, welcome to this video. This video explain about insertion sort. അപ്പോൾ നമ്മൾ ഓൾറെഡി ബബിൾ സോർട്ട് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇൻസേർഷൻ സോർട്ട് എന്നത് ഒരു ടൈപ്പ് സോർട്ടിംഗ് മെക്കാനിസം ആണ്. ഇതൊരു ഇൻപ്ലേസ് സോർട്ടിംഗ് അൽഗോരിതം ആണ്. ഇപ്പോൾ ഇൻസേർഷൻ സോർട്ടിൻ്റെ എക്സാമ്പിൾ കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അൽഗോരിതം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു അറേ കൺസിഡർ ചെയ്ത് ടോട്ടൽ ഇതിൽ 5 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ n എന്ന് പറയാനായിട്ടുണ്ട് 5 ആണ്. അപ്പോൾ ഇതൊരു അൺസോർട്ടഡ് അറേ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ ഒരു അറേനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് സോർട്ടഡും ഒന്ന് അൺസോർട്ടഡും. അപ്പോൾ ഇനീഷ്യലി സോർട്ടഡ് ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും സോർട്ടഡ് ലിസ്റ്റിൽ ഉണ്ടാവുക. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, സോർട്ടഡ് ആൻഡ് അൺസോർട്ടഡ്. ഇനീഷ്യലി സോർട്ടഡ് ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എലമെൻറ്റ്. ദെൻ കൺസിഡർ ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് അൺസോർട്ടഡ് അറേ. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 33 ആണ്. ഈ 33 ഈ സോർട്ടഡ് ലിസ്റ്റിലേക്ക് നമ്മൾ ഇൻസേർട്ട് ആണ് ചെയ്യുന്നത്. ഈ സോർട്ടഡ് ലിസ്റ്റിലേക്ക് അൺസോർട്ടഡ് അറേയില് 1 ആയിട്ട് ഓരോ എലമെന്റ്സ് എടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ എലമെന്റ്സ് ഓരോന്നും ഇതിലേക്ക് സോർട്ടഡ് ലിസ്റ്റിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. നമ്മൾ ഫസ്റ്റ് 33 കൺസിഡർ ചെയ്യാം. അപ്പോൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 33 14 തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാം. 33 14 കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 33 ലാർജസ്റ്റ് 1 ആണ്. അങ്ങനെയാണ് ജസ്റ്റ് ഇതിൻ്റെ എൻഡിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. ഇവിടെ 14 33 27 10 35 ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ പുതിയ സോർട്ടഡ് ലിസ്റ്റും. ദിസ് വൺ ആണ് നമ്മുടെ അൺസോർട്ടഡ് ലിസ്റ്റ്. Then we consider the first element of unsorted array. That is 27. Compare 27 with 33. 27 and 33 compare ചെയ്യുമ്പോൾ 27 smallest 1 ആണ്. അപ്പോൾ 27 smallest 1 ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യണം. അൺസോർട്ടഡ് അറേയിലെ ഫസ്റ്റ് വൺ 27 33 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. കമ്പയർ 27 ആൻഡ് 33. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ 33നേക്കാളും ചെറുതാണ് നമ്മുടെ 27. ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഷിഫ്റ്റിംഗ് പ്രൊസീജിയറാണ് അറേ ഇൻസേർഷനിൽ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ 14 33 ഇത് 27 മാറിയിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം 33. ഈ 27 ഇടയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു ടെമ്പ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എടുത്തു. ഈ ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മുടെ ഈ അൺസോർട്ടഡ് അറേയിൽ ഏതായിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പോകുന്നത്, ഏത് എലമെൻ്റ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്, അത് ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്തു. ഈ ഒരു കേസിൽ ടെമ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 33 ആണ്. ഈ ഒരു കേസിൽ വാല്യൂ ടെമ്പിൻ്റെ വാല്യൂ 27 ആണ്. ഇവിടെയും 33 ഇവിടെയും 33. ഇനി ഈ 27 വീണ്ടും നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യാം, 14 ആയിട്ട് കമ്പയർ ചെയ്യാം. ഇവിടെ 14 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 14 എന്ന് പറയുന്നത് 27നേക്കാൾ സ്മോളസ്റ്റ് 1 ആണ്. അപ്പോൾ ഇവിടെ പ്രൊസീജിയർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ 33 ഇവിടെ 33 ആണ്. അപ്പോൾ ഈ 33 നമുക്ക് മാറ്റിയിട്ട് നമ്മൾ എന്താക്കണം, 27 ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ 14 33 മാറ്റിയിട്ട് ടെമ്പിലുള്ള വാല്യൂ ഇതിലേക്ക് കൊടുക്കാം, 27 ആക്കി മാറ്റി. ഇവിടെ ഈ 33 നെക്സ്റ്റ് 10 നെക്സ്റ്റ് 35. ഇതാണ് നമ്മുടെ സോർട്ടഡ് ലിസ്റ്റ്. ന്യൂ സോർട്ടഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ അൺസോർട്ടഡ് ലിസ്റ്റ്. Then we consider the first element of the unsorted array. അൺസോർട്ടഡ് അറേയിലെ ഫസ്റ്റ് എലമെന്റ് തന്നെ ഇപ്പോൾ 10 ആണ്. ഈ 10 നെക്സ്റ്റ് നമ്മൾ ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി ഈ ടെമ്പിൻ്റെ വാല്യൂ നമ്മൾ 33 ആയിട്ട് കമ്പയർ ചെയ്യണം, 27 ആയിട്ട് കമ്പയർ ചെയ്യണം, ടെമ്പിൻ്റെ വാല്യൂ 14 ആയിട്ട് കമ്പയർ ചെയ്യണം. ഈ ടെമ്പിൻ്റെ വാല്യൂ 33 ആയിട്ട് കമ്പയർ ചെയ്യുക, 27 ആയിട്ട് കമ്പയർ ചെയ്യുക, 14 ആയിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പോൾ 10 33 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10 ആണ് സ്മോളസ്റ്റ്, 10 ലെസ് ദാൻ 33 ആണ്. ഇപ്പം ചെയ്യണത് ഈ 14 ഇങ്ങനെ തന്നെ, 27 ഇവിടെ അങ്ങനെ തന്നെ, ഈ 33 ഇവിടേക്ക് ഈ വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്, ഷിഫ്റ്റ് നടക്കണം. ഇവിടെ 33 ഇവിടെയും 33 ഇവിടെ 35 ആക്കി മാറ്റാം. ഇനി ഈ ടെമ്പിലുള്ള 10 എന്ന് പറഞ്ഞ വാല്യൂ ഇതായിട്ട് കമ്പയർ ചെയ്യാം. അപ്പം ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ സ്മോളസ്റ്റ് 1 ലാർജസ്റ്റ് 1 ആണ് 27. അപ്പം ഈ 27 വീണ്ടും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 14 27 27 33 35 ഇങ്ങനെ വരും. ഇനി ഈ 10
14 ആയിട്ട് കമ്പയർ ചെയ്യാം. 14 10-നേക്കാൾ ലാർജസ്റ്റ് വണ്ണാണ്. ഈ 14 വീണ്ടും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. 14, 14, 27, 33, 35. ദെൻ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി പ്രത്യേകിച്ച് നമ്മൾ കമ്പയർ ചെയ്യാനൊന്നുമില്ല. അങ്ങനെ കമ്പയർ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ ഈ 14 മാറ്റിയിട്ട് 10 നമ്മൾ അസൈൻ ചെയ്യാം. ഒരു 10, 14, 27, 33, 35 ആയിരിക്കും. ഇതാണ് നമ്മുടെ പുതിയ സോർട്ടഡ് ലിസ്റ്റ്. ഇതാണ് നമ്മുടെ അൺസോർട്ടഡ് ലിസ്റ്റ്. അൺസോർട്ടഡ് ലിസ്റ്റിലെ ഫസ്റ്റ് വൺ, അതായത് 35 നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഈ സോർട്ടഡ് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 35, 33 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 35 ലാർജസ്റ്റ് വൺ ആണ്. ജസ്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. 10, 14, 27, 33, 35. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഈ ഒരു അറയിൽ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ സോർട്ടഡ് ലിസ്റ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോർട്ടഡ് അൺസോർട്ടഡ് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ അറയിൽ ഫസ്റ്റ് വൺ 40 സോർട്ടഡ് ആയിട്ട് എടുത്തു, ബാക്കിയെല്ലാം അൺസോർട്ടഡ് ആയിട്ട് എടുത്തു. ഈ അൺസോർട്ടഡിൽ ഓരോന്ന് നമ്മൾ ഈ സോർട്ടഡ് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പോകണം. കറക്റ്റ് പൊസിഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഇൻസേർഷൻ സോർട്ട് എന്നൊരു പേര് വന്നിട്ടുണ്ട്. ഈ 33 കൺസിഡർ ചെയ്യുക. 33 ആദ്യം ടെമ്പിലേക്ക് അസൈൻ ചെയ്യുക. ഒരു എക്സ്ട്രാ ഒരു വേരിയബിൾ മാത്രം ഇതിലേക്ക് അസൈൻ ചെയ്യുക. ഇനി ഈ 33 14 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 14-നേക്കാളും ഗ്രേറ്റസ്റ്റ് വണ്ണാണ് 33. അങ്ങനെ ടെമ്പിൻ്റെ വാല്യൂ ഇതിനേക്കാളും ഗ്രേറ്റസ്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ വേറെ എക്സ്ട്രാ നമ്മൾ ചെക്ക് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇൻസേർട്ട് ചെയ്താൽ മതി. ഇവിടെ ഈ 27, 10, 35 ആണ് അൺസോർട്ടഡ് അറേ വന്നത്. ഈ 27 ടെമ്പായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഈ ടെമ്പിൻ്റെ വാല്യൂ 33 ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ടെമ്പിൻ്റെ വാല്യൂ ഇതിനേക്കാൾ സ്മോളസ്റ്റ് വൺ ആണ്. സ്മോളസ്റ്റ് വൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ 33 തന്നെ ഈ നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. ഈ 33 തന്നെയാണ് ഇവിടെ 33 ആയിട്ട് മാറിയത്. നെക്സ്റ്റ് ഈ 27, 14 നമ്മൾ കമ്പയർ ചെയ്യാം. 27, 14 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ 27 14-നേക്കാളും ഗ്രേറ്റസ്റ്റ് വൺ ആണ്. അങ്ങനെയാണെങ്കിൽ വേറെ പ്രൊസീജിയർ ഒന്നും നടത്തണ്ട. 27-നേക്കാളും ഗ്രേറ്റസ്റ്റ് വൺ ആണെങ്കിൽ നമ്മൾ നടത്തണ്ട. പിന്നെ നമ്മൾ ഇവിടെ രണ്ട് സ്ഥലത്ത് 33 ഉണ്ട്. ഈ 33 മാറ്റിയിട്ട് 27 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. പുതിയ സോർട്ടഡ് കിട്ടി, അൺസോർട്ടഡ് കിട്ടി. ഇനി ഈ 10 ടെമ്പായിട്ട് സെറ്റ് ചെയ്തു. 10 33 ആയിട്ട് കമ്പയർ ചെയ്യാം. 10 ആണ് സ്മോളസ്റ്റ് വൺ. സ്മോളസ്റ്റ് വൺ ആണെങ്കിൽ ഇവിടെയും 33 വയ്ക്കുക, ഇവിടെയും 33 വെച്ചു. നെക്സ്റ്റ് 27 ആയിട്ട് കമ്പയർ ചെയ്യുക. 10 ആണ് സ്മോളസ്റ്റ് വൺ. അപ്പോൾ ഈ 33 മാറ്റിയിട്ട് ഇവിടെ 27 ആയി, ഇവിടെയും 27 തന്നെ. നെക്സ്റ്റ് 14 10 ആയിട്ട് കമ്പയർ ചെയ്യുക. 10 ആണ് സ്മോളസ്റ്റ് വൺ. ദെൻ ഇവിടെയും 14, ഇവിടെയും 14 ആക്കി മാറ്റാം. ദെൻ നമ്മൾ ഇനി പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ചെയ്യാനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 14 മാറ്റിയിട്ട് 10 ആക്കി മാറ്റി വയ്ക്കാം. ഈ പ്രൊസീജിയർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാം. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് അൽഗോരിതം നമുക്ക് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻസേർഷൻ സോർട്ടിൽ നമ്മൾ അൽഗോരിതത്തിൽ നമ്മൾ ആദ്യം തന്നെ അറേ കൊടുക്കണം. പിന്നെ n മീൻസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഒരു അറേ കൺസിഡർ ചെയ്യാം. 10, 4, 2, 12, 32. ഈ ഒരു അറേ കൺസിഡർ ചെയ്തു. ഇതിൽ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ടോട്ടൽ ഇവിടെ 5 എലമെൻറ്റ്സ് ആണ്. ഇൻഡെക്സുകൾ നോക്കാം. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യണത് 0 തൊട്ടാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു അറേയിൽ ഇൻഡെക്സ് 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 0, 1, 2, 3, 4. അപ്പോൾ 0 to 4 ആണ് അറേ ഇൻഡെക്സുകൾ വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ സെറ്റ് i = 1. ഇവിടെ i എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ i = 1. അതായത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് സോർട്ടഡും പിന്നെ ഒരു അൺസോർട്ടഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സോർട്ടഡ് ഫസ്റ്റ് എലിമെൻറ്റ് സോർട്ടഡ് ആക്കി വെച്ചു. അപ്പോൾ പിന്നെ അൺസോർട്ടഡിലെ ലിസ്റ്റിലെ എലിമെൻറ്റ്സ്, അതായത് 1 തൊട്ടുള്ള ലിസ്റ്റിലെ എലിമെൻറ്റ്സ് നമ്മൾ ഈ സോർട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പോയാൽ മതി. അതുകൊണ്ട് 1 തൊട്ട് ഇൻഡെക്സ് നോക്കിയാൽ മതി. കാരണം ഓൾറെഡി 0 സോർട്ടഡ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കിയെല്ലാം അൺസോർട്ടഡ് ആയിട്ട്. അതുകൊണ്ടാണ് ഐയുടെ വാല്യൂ ഇനീഷ്യലി 1 തൊട്ട് സെറ്റ് ചെയ്യുന്നത്. 0 തൊട്ടല്ല സെറ്റ് ചെയ്യേണ്ടത്. കാരണം 0th എലമെൻറ്റ്, അതായത് ഫസ്റ്റ് എലമെൻറ്റ് സോർട്ടഡ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അൺസോർട്ടഡ് 1. അപ്പോൾ i = 1. അപ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. i = 1 മീൻസ് ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് i.
Then repeat step 4 to 10 while I less than or equal to n minus 1. ഇയുടെ വാല്യൂ ഇപ്പോൾ ഇവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ n മൈനസ് 1. എന്നിൻ്റെ വാല്യൂ 5 ആണ്. I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ I ഉദ്ദേശിക്കുന്നത് നമ്മൾ ടെമ്പിൻ്റെ വാല്യൂകളാണ്. നമ്മൾ അൺസോർട്ടഡ് അറേയിൽ ഓരോ എലമെൻറ്റ്സും ഇൻസേർട്ട് ചെയ്യണം. ഈ അൺസോർട്ടഡ് അറേയിൽ എലമെൻറ്റ്സ് എടുക്കേണ്ടതാണ് നമ്മൾ ഈ I ഉദ്ദേശിക്കുന്നത്. ആദ്യം ടെമ്പ് ഇത്, പിന്നെ ഇത് ടെമ്പ്, പിന്നെ ഇത് ടെമ്പ്, പിന്നെ ഇത് ടെമ്പ്. ഇവിടെ ടെമ്പ് ഈക്വൽ ടു I ഓഫ് I. അതായത് ഇപ്പോൾ ഈ ഇനീഷ്യൽ വാല്യൂ ടെമ്പായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ ടെമ്പ് എന്ന് പറയുന്നത് A ഓഫ് I. ദാറ്റ് മീൻസ് A ഓഫ് 1. A ഓഫ് 1 മീൻസ് 4. 4 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി J ഈക്വൽ ടു I മൈനസ് 1. ഇവിടെ I ഈക്വൽ ടു I മൈനസ് 1 അല്ല, J ഈക്വൽ ടു I മൈനസ് 1. കാരണം നമ്മൾ ഈ ടെമ്പ് ഇതാണെങ്കിൽ നമ്മൾ ഈ ബാക്കിയുള്ള എലമെന്റ്സ് നമ്മൾ കമ്പയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മൾ ടെമ്പ് എന്ന് വിചാരിക്കുക. ഇതാണ് അൺസോർട്ടഡ് അറേയിലെ ഫസ്റ്റ് വൺ. ഇതും ബാക്കി സോർട്ടഡ് അറേയിലെ എലമെന്റ്സ് ആയിട്ട് കമ്പയർ ചെയ്ത് പോകണം. ഇതാണ് എലമെന്റ് എന്ന് വെച്ചാൽ ഇത് ബാക്കിക്ക് നമ്മൾ കമ്പാരിസൺ നടക്കണം. അപ്പം അതാണ് J ഈക്വൽ ടു I മൈനസ് 1. ഇതാണ് I എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ J. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ J എന്ന് പറയുന്നത്. Repeat step 7 to 8 while temp less than A of I. നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ 4 ലെസ് ദാൻ 10 അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളിത് എന്തെങ്കിലും ആക്ഷൻ നടക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ 4 ലെസ് ദാൻ 10 ആണ്. ഇവിടെ 4 ലെസ് ദാൻ 10 ആണെങ്കിൽ 10ന് പിന്നെ 4 ആയിട്ട് നമ്മൾ സോർട്ട് ചെയ്ത് കൊണ്ടുവയ്ക്കണം. ഇവിടെ ടെമ്മിൻ്റെ വാല്യൂ 4 ആണ്. 4 ലെസ് ദാൻ A of I. A of J ആണ്, A of I അല്ല. 4 ലെസ് ദാൻ A of J. അതെന്ന് പറയുന്നത് A of Jയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണ്. പിന്നെ ഒരു കണ്ടീഷനുണ്ട്, Jയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ Jയുടെ വാല്യൂ 0 ആണ്. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ A of J plus 1 ഈക്വൽ ടു E of J. അതായത് 4 ലെസ് ദാൻ 10 ആണെങ്കിൽ A of J plus 1. A of J plus എന്ന് പറയുന്നത് A of 1. A of 1 ഈക്വൽ ടു A of 0 ആക്കി സെറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇത് 10 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മുടെ അറേ ഉണ്ടാവുക. 10, 10, 2, 12, 32 ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി Jയുടെ വാല്യൂ J മൈനസ് 1 ചെയ്യാം. ഇതാണ് നമ്മുടെ J, ഇതാണ് നമ്മുടെ I. Jയുടെ വാല്യൂ J മൈനസ് 1 ചെയ്യുമ്പോൾ J ഈക്വൽ ടു മൈനസ് 1 വരും. കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോയി. ചെക്ക് ചെയ്യുമ്പോൾ J ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആ കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യും. A of J plus 1 ഈക്വൽ ടു 10. ഇപ്പം Jയുടെ വാല്യൂ മൈനസ് 1 ആണ്. ദെൻ A of J plus 1 മീൻസ് മൈനസ് 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു A of 0. A of 0 ഈക്വൽ ടു ടെമ്പ് ആയിട്ട് സെറ്റ് ചെയ്തു. ടെമ്പിൻ്റെ വാല്യൂ 4 ആണ്. ഈ 10 മാറ്റിയിട്ട് 4 ആയിട്ട് സെറ്റ് ചെയ്തു. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ഒരു സോർട്ടഡ് ആയിട്ട് കിട്ടി. ബാക്കിയെല്ലാം അൺസോർട്ടഡ്. ദെൻ I ഈക്വൽ ടു I പ്ലസ് 1. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇതാണ് പുതിയത്. ഇങ്ങനെയാണ് വരാൻ 4, 10. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇതായി നമ്മുടെ I. ഇനി ഇവിടെ പോവും. ടെമ്പ് ഈക്വൽ ടു A of I. ടെമ്പ് ഈക്വൽ ടു A of 2. A of 2ൻ്റെ വാല്യൂ 2 തന്നെയാണ്. J ഈക്വൽ ടു I മൈനസ് 1. J ഈക്വൽ I മൈനസ് 1 മീൻസ് 2 minus 1 which is equal to 1. Then 1 ഇവിടെ ടെമ്പ് ലെസ് ദാൻ, ടെമ്പിൻ്റെ വാല്യൂ 2 ആണ്. 2 ലെസ് ദാൻ A of J. A of J ഇപ്പോൾ 10 ആണുള്ളത്. 2 ലെസ് ദാൻ 10. കണ്ടീഷൻ ഇവിടെ ട്രൂ ആണ്. ഇനി J ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആ കണ്ടീഷൻ ഇവിടെ ട്രൂ ആണ്. അങ്ങനെ ആണെങ്കിൽ A of J plus 1 ഈക്വൽ ടു, ദാറ്റ് മീൻസ് A of, ഇതാണ് നമ്മുടെ J. A of J plus 1 എന്ന് പറയുന്നത് A of 2 ഈക്വൽ ടു A of 1 ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് വരെ 4, 10, 10, 12, 32. Then J ഈക്വൽ ടു J മൈനസ് 1. Jയുടെ വാല്യൂ J മൈനസ് 1. Jയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരുന്നു. J ഈക്വൽ ടു 0 വരും. ഇനി വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ J ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആ കണ്ടീഷൻ ട്രൂ ആണ്. ടെമ്പ് ലെസ് ദാൻ I of J, അതായത് 2 ലെസ് ദാൻ 4. 2 ലെസ് ദാൻ 4. കണ്ടീഷൻ ഇവിടെ ട്രൂ ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. ഇതിൽ എന്ത് ചെയ്തേക്കണേ? A of J plus 1 ഈക്വൽ ടു A of J. അതായത് Jയുടെ ഇപ്പോഴത്തെ വാല്യൂ 0 ആണ്.
0 plus 1 means 1 ആണ്. AF J means 0. അതായത് AF1ലേക്ക് AF0ന്റെ വാല്യൂ കയറ്റി വയ്ക്കുക. അതായത് ഇതാണ് AF1, ഇതിലേക്ക് 0ന്റെ വാല്യൂ കയറ്റി വയ്ക്കുക. ഇവിടെ ഇത് കയറ്റി വെച്ചു. Then J equal to J minus 1. Jയുടെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യാം. Jയുടെ വാല്യൂ -1 ആയി. Then ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ J greater than or equal to 0 കണ്ടീഷൻ ഫോൾസ് ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇവിടെ രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യില്ല. Then A of J plus 1 equal to 10. അതായത് ഇവിടെ ഇപ്പം ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. -1 plus 1 means 0 ആണ്. A of 0 equal to 10. A of 0 equal to 10. ടെമ്പിന്റെ വാല്യൂ എന്താ? 2 ആണ്. ഇത് മാറ്റിയിട്ട് 2 ആക്കും. Then I equal to I plus 1. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഇപ്പം ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിട്ട് മാറും. ഇത് 2 ആയി, ഇത് 4 ആയി, ഇത് 10 ആയി. ഈ ഇൻസേർഷൻ പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഐ ആണ്. അപ്പം ഇവിടെ ടെമ്പ് ഈക്വൽ ടു A of I. That means temp equal to A of 3, which is equal to 12. Then J equal to I minus 1. അതായത് 3 minus 1, which is equal to 2. Then temp less than A of J. Tempന്റെ വാല്യൂ 12 ആണ്. Less than A of J. ഇതാണ് നമ്മുടെ J. അപ്പം 10. 12 less than 10. കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ഡയറക്റ്റ് എങ്ങോട്ട് പോകണം? അതായത് ഇതിനേക്കാളും വലുത് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബാക്കിലുള്ള എലിമെന്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു സോർട്ടഡ് ലിസ്റ്റ് ആണ്. അപ്പം ഇത് ഇതിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഈ 4 ആയിട്ടും 2 ആയിട്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ 2, 4, 10 ഒരു സോർട്ടഡ് ആയിട്ടാണ് വന്ന് കിടക്കുന്നത്. ഇവിടെ A of J plus 1 equal to 10. അതായത് J plus 1 എന്ന് പറയുന്നത് ഇതാണ്. ഇത് 10ന്റെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യും. അതായത് 12 ആയിട്ട് സെറ്റ് ചെയ്യും. ഇത്രയും വരെ നമുക്ക് സോർട്ടഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ അൺസോർട്ടഡ് വന്നു കിടക്കുന്നത്. അപ്പം അതും കൂടി ചെയ്യണം. അപ്പം അതും കൂടി ചെയ്യാൻ വേണ്ടി ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ഇതാണ് I equal to 4 ആയി. I less than or equal to 4 കണ്ടീഷൻ ട്രൂ ആണ്. temp equal to A of I, അതായത് A of 4, which is equal to 32. Then J equal to I minus 1. Jയുടെ വാല്യൂ 4 minus 1 equal to 3. അപ്പം ഇതാണ് നമ്മുടെ J എന്ന് പറയുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്തു. ടെമ്പ് ലെസ് ദാൻ A of J, അതായത് 32 ലെസ് ദാൻ A of J. A of J എന്ന് പറയുന്നത് 12 ആണ്. ഇവിടെയും കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ ഇത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ബാക്കി ഇതായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. Then A of J plus 1 equal to 10. That means ഇതിന്റെ വാല്യൂ J plus 1 എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് 32 ആയിട്ട് സെറ്റ് ചെയ്തു. ഇത് മൊത്തത്തിൽ സോർട്ടഡ് ആയി. ഇനി നമുക്ക് വേറെ വല്ലതും ഉണ്ടോ നോക്കാം. അപ്പം അതിന് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ? I less than or equal n minus 1. അപ്പം ഐയുടെ വാല്യൂ 5 ആയി. ഐയുടെ വാല്യൂ 5 ആയി. 5 less than or equal to 4. കണ്ടീഷൻ ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പം ഇവിടെ ഇന്റർചേഞ്ചിങ് പ്രക്രിയ അല്ല, അതായത് സ്വാപ്പിംഗ് ഇവിടെ നടക്കണില്ല. ഇവിടെ നടക്കുന്നത് ഇൻസേർഷൻ ആണ്. അപ്പോൾ അതായത് ഷിഫ്റ്റ് ചെയ്താണ് ഇവിടെ പോകാൻ നിൽക്കുന്നത്. രണ്ട് ലിസ്റ്റ് ഉണ്ട്, ഒന്ന് സോർട്ടഡ് ഉണ്ട്, ഒന്ന് അൺസോർട്ടഡ് ഉണ്ട്. സോർട്ടഡിലേക്ക് അൺസോർട്ടഡ് ലിസ്റ്റിൽ ഓരോ എലമെന്റ്സും ഇൻസേർട്ട് ചെയ്തത് ഇവിടെ പോകാൻ നിൽക്കുന്നത്. അപ്പം ഇത് ഒരു ടൈപ്പുള്ള സോർട്ടിംഗ് മെക്കാനിസം ആണ്. ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയാൻ നിൽക്കുന്നത് ഓർഡർ ഓഫ് n² ആണ്. ഇൻസേർഷൻ സോർട്ടിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇതൊരു ഇൻ പ്ലേസ് അൽഗോരിതം ആണ്. ഓക്കെ, താങ്ക് യു.